യുവാക്കളിലെ അക്രമവാസനയെക്കുറിച്ചുള്ള അടിയന്തര പ്രമേയ ചർച്ചയിൽ പ്രതിപക്ഷം മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ടതോടെ നിയമസഭയിൽ വാക്പോര്. പ്രമേയം അവതരിപ്പിച്ച രമേശ് ചെന്നിത്തലയുടെ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന വിളിയിൽ പിണറായി വിജയൻ പ്രകോപിതനായി. TP കേസ് പ്രതികൾക്ക് നൽകിയ പരോളിന്റെ കണക്ക് പറഞ്ഞതോടെയാണ് മുഖ്യമന്ത്രി ക്ഷുഭിതനായത്. സർക്കാരിന് വാഴ്ത്തുപാട്ട് പാടാൻ തങ്ങളെ കിട്ടില്ലെന്ന് പ്രതിപക്ഷം തിരിച്ചടിച്ചു. വിഷയത്തെ പ്രതിപക്ഷം രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്ന് മന്ത്രി MB രാജേഷ് ആരോപിച്ചു. മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ, അങ്ങ് 9 വർഷം കേരളത്തിന് മുഖ്യമന്ത്രിയായിരുന്നു. ഈ 9 വർഷത്തിനിടയിൽ ലഹരിയെ നിയന്ത്രിക്കാനോ ലഹരിക്കെതിരെ ഒരു പോരാട്ടം നടത്താനോ ഈ ഗവൺമെന്റ് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. 51 വെട്ടുവെട്ടി TP ചന്ദ്രശേഖരനെ കൊന്നപ്പോൾ കേരളം ഞടുങ്ങിയതായിരുന്നു സാർ. ഈ കൊലപാതകത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾക്ക് എന്ത് പരിഗണനയാണ് ഗവൺമെന്റ് നൽകിയത്? സുപ്രീം കോടതി വരെ പോയി. TP കേസിലെ 10 കുറ്റവാളികൾ 3 പേർക്ക് 1000-ലധികം ദിവസങ്ങൾ പരോൾ കൊടുത്തു സാർ ഈ ഗവൺമെന്റ്. മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ, എന്ത് സന്ദേശമാണ് നിങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് നൽകുന്നത്? സാർ, ഇദ്ദേഹം ഈ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് കുറേ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഓരോന്നിനും ഞാൻ ഇടക്കിടക്ക് ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കണോ? വേണമെങ്കിൽ അതാകാം, അതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ. യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയണം. ഇന്ന് നാട് നേരിടുന്ന പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയണം. ഇടക്കിടക്ക് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞ ഒരു ചോദ്യം ചോദിച്ചാൽ മാത്രം പോരാ. നാടിന്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാനാവണം. നിങ്ങളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി, നിങ്ങളാണ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ളയാൾ. നിങ്ങളെ കുറ്റപ്പെടുത്തും. അതിനെന്തിനാണ് അങ്ങ് ഇത്ര അസഹിഷ്ണുത കാണിക്കുന്നത്? സമൂഹമാകെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. സമൂഹത്തിൽ ഒരു സംവാദം ഉയർത്തിക്കൊണ്ടുവരുന്നതിന് മാതൃക നിയമസഭ കാണിക്കുക എന്ന ഉദ്ദേശത്തോടെ തുറന്ന മനസ്സോടെയാണ് സർക്കാർ ഇതിനെ സ്വീകരിച്ചത്. അദ്ദേഹം ഒരു സാമൂഹിക വിപത്തിൽ നിന്ന് രാഷ്ട്രീയ ലാഭം എങ്ങനെ കൊയ്യാമെന്ന ദുഷ്ടലാക്കാണ് അദ്ദേഹം. സെയ്ഫ് സൈലബ്ദീൻ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. സെയ്ഫ, ഭരണ പ്രതിപക്ഷ വാക്പോരോടുകൂടിയാണ് ചർച്ച ആരംഭിച്ചത് തന്നെ. എന്താണ് തർക്കത്തിലേക്ക് നയിച്ചത്? ഇപ്പോൾ സമാധാനപരമായി അടിയന്തര പ്രമേയ ചർച്ച തുടരുകയാണോ? അതെ ദിവ്യ, ഇപ്പോൾ സമാധാനപരമായിട്ടാണ് അടിയന്തര പ്രമേയ ചർച്ച പുരോഗമിക്കുന്നത്. താമരശ്ശേരിയിൽ ഷഹബാസ് എന്ന വിദ്യാർത്ഥിയെ സുഹൃത്തുക്കൾ ചേർന്ന് കൊലപ്പെടുത്തിയ സംഭവം, മറ്റു വിദ്യാർത്ഥികൾക്കിടയിൽ ഉണ്ടാകുന്ന അക്രമ വാസന, ഇത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയ നോട്ടീസിലൂടെ ആവശ്യപ്പെട്ടത്. സന്ദേശത്തോടു കൂടി ചർച്ച നടത്താമെന്നാണ് മുഖ്യമന്ത്രി മറുപടി നൽകിയത്. 12 മണിക്ക് തന്നെ ചർച്ച ആരംഭിച്ചു. ലഹരിയുടെ പിടിയിലാണ് കേരളം ഉള്ളത് എന്നതിലൂന്നിയായിരുന്നു മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സംസാരിച്ചത്. അത് കേരളത്തിലെ ക്യാമ്പസുകളിലും അതുപോലെ തന്നെ യുവാക്കൾക്കിടയിലും ലഹരി ഉപയോഗം വലിയ രീതിയിൽ ഉയർന്നു വരുന്നു. കഴിഞ്ഞ 9 വർഷത്തിനിടെ സംസ്ഥാന സർക്കാരിന് ഏതെങ്കിലും തരത്തിൽ അതിനെ ഇടപെട്ടുകൊണ്ട് അത് പരിഹാരം കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം കേരളത്തിലെ സമകാലിക വിഷയങ്ങൾ സംസാരിച്ച് പിന്നീട് TP കേസിലെ പ്രതികൾക്ക് 1000-ലധികം ദിവസം പരോൾ നൽകിയ വിഷയത്തിലേക്ക് കടക്കുകയും TPയെ കൊന്ന കഥകൾ അവിടെ വിശദീകരിക്കുകയും ചെയ്തു, നിയമസഭയ്ക്കുള്ളിൽ പറയുകയും ചെയ്തു. ഇതോടുകൂടിയാണ് ഇപ്പോൾ നമ്മൾ കേട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രകോപിതനായി എഴുന്നേറ്റത്. അദ്ദേഹം എന്തൊക്കെയാണ് ഈ പറയുന്നത്? സമകാലിക വിഷയത്തെക്കുറിച്ചാണോ അദ്ദേഹം സംസാരിക്കുന്നത്? നാടിന്റെ പ്രശ്നം മനസ്സിലാക്കി സംസാരിക്കണം. അദ്ദേഹം വേറെന്തൊക്കെയോ കാര്യങ്ങളാണ് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി ഇടപെട്ട് സംസാരിച്ചു. മുഖ്യമന്ത്രി ക്ഷുഭിതനായിട്ടാണ് സംസാരിച്ചത്. ഉടനെ തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇടപെട്ടുകൊണ്ട്, നിങ്ങൾ മുഖ്യമന്ത്രിയാണ്, നിങ്ങൾ ആഭ്യന്തരമന്ത്രിയാണ്, അതുകൊണ്ടാണ് നിങ്ങളെ മുഖത്ത് നോക്കി ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അടിയന്തര പ്രമേയ ചർച്ച പുരോഗമിക്കുകയാണ്. സെയ്ഫ് സൈലബ്ദീനാണ് വിവരങ്ങൾ നൽകിയത്.